അപ്പോൾ ഗോപിയമാർക്കും കൗതുകമാവും, ആ കണ്ണനെ പിടിച്ച് കെട്ടിയിടിയല്ലേ, ആ കുറുമ്പന് അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കും ഇതൊരു രസമാണ്. ഇങ്ങനെ അവരെന്ത് ചെയ്തു, കയറെടുത്തുകൊണ്ട് കൊടുത്തു. അപ്പോൾ യശോദാമ്മ കയറ് കൂട്ടിക്കെട്ടിയിട്ട് വീണ്ടും കണ്ണനെ ചേർത്ത് കെട്ടാൻ നോക്കുമ്പോൾ ഒരങ്കുലം കുറവ്. വീണ്ടും കയറ് കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോഴെല്ലാം ഒരങ്കുലത്തിൻ്റെ കുറവ്. അതേ ഈ ജഗത്തിൻ്റെ ആധാരമായിട്ടുള്ള ഭഗവാനെ അങ്ങനെ ഒരാൾക്ക് വേഗം പിടിച്ച് കെട്ടാൻ പറ്റുമോ? ഇല്ല. പക്ഷേ യശോദാമ്മ അന്നേരം വിഷമിച്ചു. ഇവനെ കെട്ടിയിടാനും പറ്റുന്നില്ലല്ലോ എന്നിങ്ങനെ വിഷമിച്ചപ്പോൾ ഭഗവാൻ അവിടെ കീഴടങ്ങിയാണ്. ആ യശോദാമ്മയുടെ സ്നേഹത്തിന് മുമ്പിൽ യശോദാമ്മയ്ക്ക് വേണേൽ 2 തല്ലു കൊടുക്കാവുന്നതേ ഉള്ളൂ, ഇല്ലേ, കെട്ടിയിടണമെന്നില്ല. പക്ഷേ ആ അമ്മയ്ക്ക് അത്രത്തോളം സ്നേഹവും ഭക്തിയെല്ലാം ആ കണ്ണനോടുണ്ടെന്ന് കണ്ണൻ അറിയാം. അതുകൊണ്ട് കണ്ണൻ അവിടെ കീഴടങ്ങി. അപ്പം ഭഗവാൻ കീഴടങ്ങുന്നത് ഭക്തിയും സ്നേഹത്തിൻ്റെയും മുന്നിലാണ് ഭഗവാൻ കീഴടങ്ങുന്നത്. അല്ലാതെ നമ്മൾ ഭഗവാനെ കീഴടങ്ങാൻ പോയാൽ നമുക്കൊരിക്കലും സാധിക്കില്ല. ഭക്തിയും സ്നേഹവും, ഭഗവാനോടുള്ള സ്നേഹവും ഉണ്ടെങ്കിൽ ഭഗവാൻ സ്വമേധയാ നമുക്ക് കീഴടങ്ങും. അപ്പോൾ അങ്ങനെ ഭഗവാൻ അനുവദിച്ചു. അങ്ങനെ ഭഗവാനെ കെട്ടിയിടാനായിട്ട് പറ്റി. എന്നിട്ട് യശോദാമ്മ, കുറുമ്പ നീ അവിടെ കിടക്ക്, ഇന്ന് നീ ഒരു പാഠം പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് യശോദാമ്മ അടുത്ത ജോലിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ വേറെ ഗോപികമാരും ഉണ്ട്. അവരും ഒക്കെ വന്ന് ഇത് കണ്ട് ചിരിച്ചിട്ട് കണ്ണൻ്റെ മുഖത്ത് ഭാവങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിഷ്കളങ്കനായിട്ട് അല്ലേ, നിസ്സഹായനായിട്ടൊക്കെ നിൽക്കുന്ന കണ്ണനെ കണ്ടിട്ട് അവരും ചിരിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും പോകുന്നിടം വരെ കണ്ണൻ വളരെ നല്ല കുട്ടിയായിട്ട് അങ്ങനെ അനങ്ങാതെ നിന്നു. പക്ഷെ എല്ലാവരും അവിടെ നിന്നും മാറി എന്ന് കണ്ടപ്പോൾ ആൾ പയ്യെ നടക്കാൻ തുടങ്ങി. ആ ഉരലൊക്കെ മറിച്ചിട്ട് അതിനെയും വലിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. അതിനെ നടന്ന് കുറച്ച് അകലെ നിൽക്കുന്ന 2 മരുത് മരങ്ങൾക്കടുക്കലേക്കാണ്